ഹായ്, വെൽക്കം ബാക്ക് ടു മീ ടു ചാനൽ വൈഷൂസ് ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസം മുതൽ 1.5 വയസ്സ് വരെ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ല, ഓൺലൈനായിട്ടോ അത് ഷോപ്പിൽ നിന്നും എല്ലാം വാങ്ങിയിട്ടില്ല കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ, ഓണസ്റ്റ് റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സമയം കളയായിട്ട് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഞാൻ 6 മാസം മുമ്പ് വാങ്ങിയ സംഭവങ്ങളെല്ലാം വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ അതുപോലെ ഞാൻ ഈ വാങ്ങിയ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റാണ്. ഇത് മൈക്രോ ഫൈബറിൻ്റെ മെറ്റീരിയലാണ്, ബ്ലൂ കളറിലാണ്. ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് കുട്ടികളെ സേഫ്റ്റി, ബേബി സേഫ്റ്റി ഹെൽമെറ്റാണ്. അപ്പോൾ ഇത് എനിക്കൊന്ന് നമ്മൾ കുട്ടികളെ എഴുന്നേറ്റ് ഇരിക്കാൻ വേണ്ടി തുടങ്ങിയ ശേഷം എപ്പം നോക്കിയാലും ബാക്കിലോട്ട് നമ്മൾ മറിയുകയും തലവേദനയ്ക്കെല്ലാം ചെയ്യും. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയൊരു സംഭവമാണ് ഈ സേഫ്റ്റി ഹെൽമെറ്റ്. ഇത് ഏറ്റവും യൂസ് ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ ഇത് ഇടുമ്പോഴാണ്. എൻ്റെ മക്കൾ ഇത് ഇടില്ല കേട്ടോ. ഞാനിത് വാങ്ങിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അധികം യൂസ് ആയിട്ടില്ല. കാരണം ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഒരാൾ ഇടിയിക്കുവാണെങ്കിൽ അവർ അതിനെപ്പറ്റി മറന്നാൽ പോലും ബാക്കിയുള്ളവരത് കാണുമ്പോൾ അവരെങ്ങനെയെങ്കിലും വലിച്ചു പോയി കളയും. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് യൂസ് ആവാണ്ട് പോയത്. പക്ഷെ ഇത് ശരിക്കും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. കാരണം കുട്ടികളെ തലയ്ക്ക് നല്ല പ്രൊട്ടക്ഷനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഞാനിത് വാങ്ങിയത് 172 റുപ്പീസിനായിരുന്നു. പക്ഷെ ഇപ്പം അതിന് 244 റുപ്പീസാണ് ഉള്ളത്. അവരിടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അവരധികം യൂസ് ചെയ്തിട്ടില്ല, അവരിടുന്നില്ല. അത് ഞങ്ങൾ ആവുന്നത് നോക്കി ഇടുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസ്. ഇത് അത്യാവശ്യം നല്ല ഗുണമുള്ള സംഭവം കേട്ടോ. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓറഞ്ച് പോലെയുള്ള അല്ലെങ്കിൽ പോംഗ്രാനൈറ്റ് പോലെയുള്ള ഏതെങ്കിലും അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോകാനും പറ്റും. കാരണം അത്ര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അത്ര സ്പേസല്ലേ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇടുക, ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജ്യൂസ് ഇവിടെ വരും, ഇതിൻ്റെ വേസ്റ്റിൽ ഇതിലൂടെ വെച്ച് പോകും. ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് കുരു പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും. അപ്പോൾ അത് ഓറഞ്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിയത്. നല്ല യൂസ്ഫുള്ളാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. തീരെ കട്ടി കുറഞ്ഞ സംഭവമൊന്നുമല്ല, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് 306 റുപ്പീസാണ്. പക്ഷെ ഇപ്പോൾ അത് 289 റുപ്പീസേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ഞാൻ ഇവർക്ക് വേണ്ടി വാങ്ങിയ ഒരു കാർ, ലവ് ലാപ്പിൻ്റെ കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ വേഗം മൂവ് ആവും. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റൊക്കെ ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടും. മ്യൂസിക് കേട്ടോ. ഞാൻ ഇതിൻ്റെ ബാറ്ററി ഇട്ടിട്ടില്ല. അവർക്ക് പാട്ട് കേൾക്കുന്നെങ്കിൽ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ട് പാട്ട് മനഃപൂർവ്വം വെക്കാത്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞങ്ങളിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ പറഞ്ഞത്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. കാണാൻ നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൈ കിട്ടിയപ്പോൾ അത്ര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വണ്ടി. ഞാനിത് വാങ്ങിയത് 1012 റുപ്പീസിനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് 199 റുപ്പീസിനാണ് ഉള്ളത്. ഇത് 1 to 3 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. 25 കിലോ വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബേബി സ്വിങ്. അപ്പം ഞാൻ ആ സ്വിങ് ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ ഫോട്ടോയും വീഡിയോ ഇടാം. കാരണം അത് ഞങ്ങൾ പുറത്ത് തൂക്കിയിട്ടുണ്ട് എപ്പോഴും. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന രാത്രിയില്ല, അതുകൊണ്ട് ഞാൻ പോയി കാണിക്കാതെ. എന്നിട്ട് ആ ഒരു സ്വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറിലാണ് വരുന്നത്. അതും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. ഞാൻ ഒറ്റയൊരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായില്ലേ, ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. അതിന് എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് വെച്ചാൽ ഒരു സേഫ്റ്റി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ സേഫ്റ്റി ബെൽറ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നതും ഓക്കെയാണ്, കുട്ടികൾക്ക് അങ്ങനെ വീഴുമൊന്നുമില്ല. പക്ഷേ സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് യൂസോട് കൂടി തന്നെ അത് വല്ലോണം വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല. ആ സേഫ്റ്റി ബെൽറ്റ് കൊടുത്തോണ്ട് ബെനിഫിറ്റ് ഇല്ല. പക്ഷേ നോർമലി ആ കുട്ടികൾ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴുമൊന്നുമില്ല. ഞാൻ എൻ്റെ കുട്ടികൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, മാറി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് വീഴുന്ന പരിപാടിയൊന്നുമില്ല അതിൻ്റെ മേലെ ഇരുന്നിട്ട്. പക്ഷെ നല്ലതാണ്. കോട്ടൺ ഫാബ്രിക് ആട്ടോ വരുന്നത്. 35 കിലോ വരെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 to 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സ്വിങ് ആണത്.
അത് ഞാൻ വാങ്ങിയത് 264 റുപ്പീസിനാണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 276 റുപ്പീസാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലാഷ് കാർഡ്. ഞാനിങ്ങനെ കുറേ വീഡിയോസിൽ കുട്ടികളെ ഓരോ വേർഡ്സ് ഇങ്ങനെ പഠിപ്പിക്കുന്നതെല്ലാം കണ്ട് കാർഡ് നോക്കി പഠിപ്പിക്കുന്നതെല്ലാം കണ്ടിട്ട് ഞാനൊരു തിരക്ക് ഞാൻ പോയി വാങ്ങിയതാണ് ഫ്ലാഷ് കാർഡ്. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ സംഭവം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, പിന്നെ ബോഡി പാർട്സ്, ബേർഡ്സ്, ആക്ഷൻസ്, ആനിമൽസ്, ഇങ്ങനെ കുറേ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരിക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാർഡാണ് കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം വാട്ടർ പ്രൂഫുമാണ്, പ്രിൻറ്റിങ് ഒക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഞാനിങ്ങനെ അവരെ ചെറുതായിട്ട് ഈ ഫോട്ടോയിൽ കാണിച്ചിട്ട് ബോഡി പാർട്സ് ഒക്കെ ചിലപ്പോൾ ചെറിയ രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഫുള്ളായിട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അത്രയല്ലേ വയസ്സായിട്ടുള്ളൂ. മിനിമം ഏജ് 2 ഇയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പിന്നെ അന്ന് വാങ്ങിയത് ഒരു തിരക്കിന് ഇതൊക്കെ കണ്ടിട്ടൊക്കെ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ 229 റുപ്പീസിനാണ് വാങ്ങിയത്. 193 ആണ് ഇപ്പോൾ ഉള്ള റേറ്റ്. നല്ലതാട്ടോ. അത് ഈ ഒരു സ്പീസർ നമ്മുടെ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. പക്ഷെ നമുക്ക് അധിക നാളെ യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ഇത് ലവ് ലാബ് ബ്രാൻഡിൻ്റെ കേട്ടോ. ഈസി സ്പീസി ബേബി ഫുഡ് ഫീഡറാണ്. അപ്പോൾ നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം കട്ടിയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അന്ന് നല്ല ലൈറ്റായിട്ട് നല്ല ലൂസായിട്ടുള്ള ഫുഡ് മാത്രമേ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഇത്. നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് കുറുക്കി എടുത്തിട്ട് ഇതിന് BPA ഫ്രീ ആണ്, സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ്, പിന്നെ 90 ml കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത്യാവശ്യം ഒരുപാട് ഓവർഫ്ലോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ സ്പേസ് ചെയ്ത് കൊടുക്കുക. ഇനി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ക്യാപ്പ് ഉണ്ടെങ്കിൽ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് പിന്നെ അടച്ച് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് അധികം നാൾ യൂസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. കാരണം ആ ഒരു മാസം അങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ റേറ്റ് 358 റുപ്പീസിലാണ് ഞാൻ വാങ്ങിയത്. 348 റുപ്പീസേ ഇപ്പോൾ ഉള്ളൂ. പക്ഷെ നോക്കുമ്പോൾ ഒരു 1 മന്ത് ഒക്കെ ഒരു മാക്സിമം യൂസേജ് ആവും. ഞാൻ അതിന് ശേഷം ഇതിൻ്റെ സ്പൂണായിട്ട് ഞാൻ ഇതിൻ്റെ മേൽഭാഗം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അത്ര യൂസേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് നല്ലതാണ്. പക്ഷെ നമുക്ക് അധികം യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഡയപ്പർ ബാഗ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ വാങ്ങിയതാണ്. കാരണം ഞാൻ ഒരുപാട് നോക്കി എനിക്കൊരു നല്ല ഡയപ്പർ ബാഗിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഡയപ്പർ ബാഗ് വാങ്ങുവാണെങ്കിൽ നല്ല കപ്പാസിറ്റിയുള്ള ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 1000 എബോവൊക്കെ കാണിച്ചിട്ട്. ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗുകൾ കുറേ നാളായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ബാഗ്. യൂണിക്കോണിൻ്റെ പ്രിൻ്റ് വരുന്നത് കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഞാനിത് വാങ്ങിയത് 784 റുപ്പീസിനാണ്. ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് കേട്ടോ. ഒറിജിനൽ പ്രൈസ് 3000 ആണ്. പക്ഷേ എനിക്ക് കിട്ടിയത് 784 റുപ്പീസിനാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഫീഡിങ് ബോട്ടിൽസ് എല്ലാം വെക്കുക. അപ്പോൾ ഞാൻ ഇതുണ്ടോ ഇങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫീഡിങ് ബോട്ടിൽ വെക്കുക. അത്യാവശ്യം വെച്ച് കഴിഞ്ഞാൽ ചൂട് നിൽക്കും. ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 2 സൈഡിലും ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ വെക്കാം. ഇവിടെ നമുക്ക് മറ്റേ വെറ്റ് വൈപ്സ് വെക്കാം. വെറ്റ് വൈപ്സ് നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കണ്ടോ ഒരു ഹോളിലുണ്ട്. വെറ്റ് വൈപ്സ് അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റ് ഇതാ ഇങ്ങനൊരു ക്ലിപ്പുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് കയ്യിൽ പിടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റും. ഇത് തുറന്ന് കഴിയുവാണെങ്കിൽ ഒരു ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതുണ്ടോ ഇവിടെ 2 സൈഡിലും ഇങ്ങനത്തെ കുറച്ച് ഷെൽഫാണ്. ഞാൻ കാണുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. ഇവർ 3 പേർക്കുള്ള ഡ്രസ്സുകളും സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ഫ്ലാസ്ക് എടുക്കലുണ്ട്. അതുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു അല്ലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിൽ നമുക്ക് ഇങ്ങനൊരു സിബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിബിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അടിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും നനഞ്ഞ ഡ്രസ്സോ എന്തെങ്കിലും അത്യാവശ്യം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമുക്കിത് ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനൊരു കമ്പാർട്ട്മെൻറ്റോട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം പൈസ വെക്കണമെങ്കിൽ പൈസ വെക്കാം, ഫോൺ വെക്കണമെങ്കിൽ ഫോൺ വെക്കാം. അതിനെല്ലാം യൂസ്ഫുള്ളാണ്. അപ്പോൾ ടോട്ടലി ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല വാങ്ങിയത് വെച്ചിട്ട്. എനിക്ക് സംഭവം
കുട്ടികൾക്കുള്ളതാണെങ്കിലും എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഞാനില്ല, എനിക്ക് ലീവ്സ് പോയിന്റ്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബാഗ്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഞാൻ നോക്കി കഴിയുമ്പോൾ നല്ല കമ്പാർട്ട്മെൻറ്റുള്ള നല്ല കപ്പാസിറ്റിയുള്ള ബാഗിനൊക്കെ 1000 എബോവ് കൂടി. ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് മൈ ന്യൂ ബോൺ 10 ക്ലബ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആട്ടോ ഈ ബാഗ്. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ട്രൈന്ന് വാങ്ങിയതാണ് ഈ ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് ഞങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു യൂസ് ചെയ്തതിൻ്റെ ഒരു പഴക്കം അതിൽ കാണാനുണ്ട്. ഈ ഒരു ബൗൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 4 ബൗളുകൾ അടങ്ങിയ ഒരു ബൗൾ സെറ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം ഇതിപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഞാനിത് വാങ്ങിയത് ഫസ്റ്റ് ടൈം കേട്ടോ, 289 റുപ്പീസിനാണ്. ആനിമൽ ഡിസൈനിലുള്ളതാണ്. അത്യാവശ്യം നല്ല യൂസ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടോ ആനിമലിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നതാണ്, 4 എണ്ണത്തിലും പ്രിൻ്റ് ഉണ്ടായിരുന്നത്. ആ പ്രിൻ്റെല്ലാം കുറേ മാഞ്ഞു പോയി. സംഭവം ഗുണമുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ബൗളുകൾ കിട്ടുന്നുണ്ട്, എന്നാലും അതിൻ്റെ പിന്നുള്ളതാണ് ഈ ഒരു ഫ്രൂട്ട് നിബ്ലർ. ഈ ഒരു ഫ്രൂട്ട് നിബ്ലർ നമ്മൾ ഏതാ ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് അതും നമ്മൾ ഫസ്റ്റൊക്കെ ഓറഞ്ചൊക്കെയാണ് കൊടുക്കുക, ഓറഞ്ച്, പോംഗ്രാനൈറ്റ് അതൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസുള്ള സംഭവമാണ് ഇത്. ഇതിങ്ങനൊരു ബേബി ഹഗ്ഗിൻ്റെ കേട്ടോ, ഇങ്ങനെ അടച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രൂട്ട്സിലാണ്, എന്നിട്ട് ഇത് അടച്ചിട്ട് ഇതിങ്ങനെ വായിൽ വെച്ച് കൊടുത്താൽ മതി. അവർ സ്ക്വീസ് ചെയ്ത് എടുത്തോളും. ഇത് നമുക്ക് പല്ല് വരുന്ന സമയത്തും കുട്ടികൾക്ക് നല്ല കുരുകുരുപ്പുണ്ടാവും. അന്നേരം ഇത് കഴിച്ചുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല ഇതാണ്, ടീച്ചറായിട്ട് യൂസ് ചെയ്യാം. അവർക്ക് വേദന ഉണ്ടാവും ഇങ്ങനെ പല്ല് കുരുക്കുന്ന സമയത്ത്, ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഗുണമാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് അവരുടെ അകത്ത് തരും, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് 152 റുപ്പീസിനായിരുന്നു. ഇപ്പോൾ ഇത് 232 റുപ്പീസിൻ്റെ. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്ലേ മാറ്റ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ വാങ്ങുന്ന സമയത്തുള്ള റേറ്റ് തന്നെയാണ് ഇപ്പോഴും 899 തന്നെ. അപ്പോൾ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല, അതും കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ കുറേ കീറി. എനിക്ക് കാരണം പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ അത് യൂസ് ചെയ്തതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈറ്റ് കൊടുക്കാം. അത് കീറാനെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കൊളുത്തി കീറിയതാണ്. കല്ലിട്ടിന് തള വെച്ചിട്ട് അവർ കൊളുത്തിയിട്ട് കീറിപ്പോയതാണ്. പിന്നെ അതിന് കുത്തി 3 ആളും കൂടെ കഷ്ടപ്പെട്ടത് കീറി എടുത്തതാണ്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ കാണിക്കാതെ. പക്ഷേ സംഭവം അടിപൊളി മാറ്റാണ്. എക്സ്ട്രാ ലാർജ് ആണ് സൈസ്, BPA ഫ്രീ ആണ്, പിന്നെ ഫോൾഡബിൾ ആണ്, പിന്നെ 2 ഭാഗത്തും കിച്ചണുണ്ട് കേട്ടോ. അതുകൊണ്ട് മാറ്റിയിടാം. അധികം നമുക്കിപ്പോൾ അത് തെന്നിപ്പോകുന്നില്ല. ഞാൻ ഇവരിങ്ങനെ ഫുൾ കീറിയ ശേഷം കേട്ടോ അത് തെന്നി പോകാൻ വേണ്ടി തുടങ്ങിയത്. അല്ലെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരുന്നു സംഭവം, നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എന്നിട്ട് പിന്നെ വേഗം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട്. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടീത്തർ എന്ന് പറഞ്ഞത്. ഇത് ലവ് ലാപ്പിൻ്റെ ടീത്തറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 269 റുപ്പീസിന് വാങ്ങിയതാണ്. ഇത് കണ്ടോ, 2 എണ്ണം ഒന്നിച്ച് കോംബോ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ ചെറിയ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടിക്കുന്ന സമയത്ത്, പല്ല് കുരുക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് കടിക്കാനുള്ളതാണ് ഈ ഒരു ടീത്തർ. ഇത് യൂസ്ഫുള്ളാണ്. ഇതല്ലെങ്കിൽ പല മോഡലിലുള്ള ടീത്തറും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് സിലിക്കോൺ മെറ്റീരിയലാണ്. നമുക്ക് ഇപ്പോൾ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കുട്ടികൾക്ക് തിളപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സിലിക്കോണൊക്കെ ആകുമ്പോൾ നമുക്ക് തിളക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കുറച്ച് നാൾ യൂസ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് കളിക്കാനൊക്കെ ഉപയോഗിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ടീത്തർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇപ്പോൾ പല്ല് വന്ന ശേഷം വാങ്ങിയതാണ് ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികളുടെ ബ്രഷ് നമുക്ക് അതിങ്ങനെ വിരലിൽ ഇങ്ങനെ ഇട്ടിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും, ഓൺലൈനിലും കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രാൻഡോ അങ്ങനൊന്നും പറയുന്നില്ല. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്, എനിക്ക് പ്രൈസ് ഓർമ്മയില്ല, 200 ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ അതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഉള്ളതൊന്നാണ് ഇത് ഞാൻ മൈജറാഫിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാട്ടോ. ഞാനിങ്ങനെ 3 കുട്ടികളല്ലേ, അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു തിരക്കിനിടയ്ക്ക് വാങ്ങിയതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങും. പക്ഷേ ഇത് ബെനിഫിറ്റ് ആയിരുന്നു. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ. എൻ്റെ കുട്ടികൾ ഇതിനകത്ത് ഇരിക്കുന്നില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യാതെ. ഇല്ലെങ്കിൽ ഇത് യൂസ്ഫുള്ളാകും. ഒരുപാട് കുട്ടികളിപ്പോൾ ഒരുപാട് ദൂരം നടക്കേണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല സേഫായിട്ടിരുന്നോളും.
മൈജറാഫിൻ്റെ വെബ്സൈറ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് 899 റുപ്പീസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പാട്ടോ. ഞാൻ വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് കാണിച്ചു തരണ്ട. ഇങ്ങനെ 2 കയ്യിലും ഇട്ട് ഇവിടെ ബാക്കിൽ 2 ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 ബെൽറ്റ് ഉണ്ട്. ഈ 2 ബെൽറ്റും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടിയെ ഇങ്ങനെ ഇരുത്തുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഈ ഒരു സ്റ്റാപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഇരുന്നോളും കുട്ടികൾ. നല്ല യൂസ്ഫുള്ളാണ്. കുട്ടികൾ ഇരിക്കുവാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അവരുടെ മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കും. പക്ഷേ കുട്ടികൾ ഇരിക്കണം. എൻ്റെ ഒരാൾ പോലും ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് വേസ്റ്റായി പോയത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ് ഈ ഒരു ചെയർ. ഈ ഒരു ചെയർ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ആദ്യം. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങും 1600 and സംതിങ് ഉണ്ട്. പക്ഷേ ഇത് മൈജറാഫിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെയാണ്. 3 കസേര ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മൈജറാഫിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ 1500 കിട്ടും. ഇത് കണ്ടു നടുക്ക് ഇങ്ങനെ സേഫ്റ്റി ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെയറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, പാത്രം പോലെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ചിട്ടും കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഫുഡ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് കഴുകിയിട്ട് ഇടാൻ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് റെസ്റ്റിന് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലെങ്ത് കൂട്ടാൻ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ലെങ്ത് കൂട്ടാൻ വേണ്ടി 4 കാലുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റ് നമുക്ക് വെക്കാം. അത്യാവശ്യം ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല കട്ടിയുണ്ട്. അപ്പോൾ തെന്നിയൊന്നും പോകില്ല കേട്ടോ. വീണ് പോകുമൊന്നുമില്ല, പെട്ടെന്ന് തെന്നി പോകുന്നുമില്ല. കാരണം 4 കാല് ഭാഗത്തേക്ക് 4 കാലുള്ളത് നല്ലതാണ്. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൈജറാഫിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 1500 സംതിങ് ആണ് വരിക, റേറ്റ് അത്രയേ വരിക. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ അധികമുണ്ട്. പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയൊരു സംഭവം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിട്ടിരിക്കുന്നത് മീഷോ എന്ന് വാങ്ങിയ ഈ പറഞ്ഞ റിയൂസബിൾ വാട്ടർ ബുക്ക്, മാജിക് വാട്ടർ ബുക്ക്. അപ്പം അത് നല്ല യൂസ്ഫുള്ളാണ്. അതായത് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം നിറച്ചിട്ടാണ്. അത് പിന്നെയും നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം, എത്ര വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അത് നമ്മൾ ഒരു പ്രാവശ്യം കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് അത് പിന്നെയും നോർമൽ പഴയ രീതിയിലേക്ക് തന്നെ വരും. അത് ഞാൻ വാങ്ങിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ കുത്തി വരയ്ക്കാനൊക്കെ തുടങ്ങി എൻ്റെ ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ആകെ 134 റുപ്പീസേ ഉള്ളൂ. അതിന് നല്ല യൂസ്ഫുള്ളാണ്. മീഷോയിലുണ്ട്. 4 ബുക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ 4 പെന്നും കിട്ടുന്നുണ്ട്. കോംബോ ആണ്. അപ്പോൾ അതിനകത്ത് വെള്ളം നിറയ്ക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നിബിലേക്ക് വെള്ളം വരുന്നത് മനസ്സിലാവും. എത്ര വേണമെങ്കിലും അവർക്ക് കളർ ഈ സമയം നമുക്ക് ഹാൻഡ് ഐ കോർഡിനേഷൻ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഏർലി വിഷ്വൽ ലിറ്ററസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സംഭവമാണ്. അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.